പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. നിക്ഷേപ തുക മടക്കി കിട്ടാത്തതിനെ തുടർന്ന് കരുവന്നൂരിൽ നിക്ഷേപകന്റെ പ്രതിഷേധം. മാപ്രാണം സ്വദേശി ജോഷിയാണ് ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി സൂരജ്. ഒരിക്കൽ ജോഷി വലിയ പ്രതിഷേധവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. അത് പരിഹരിക്കാം എന്നൊക്കെയുള്ള ഉറപ്പ് ജോഷിക്ക് കിട്ടിയിരുന്നു. പിന്നീട് വീണ്ടും പ്രതിഷേധ മുഖത്തേക്ക് വരേണ്ട സാഹചര്യം എന്തായിരുന്നു സൂരജ്? കാശ്മീർ പലകുറി ജോഷിയുടെ പ്രതിഷേധം കേരളം തന്നെ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ജോഷി ഇത്തരത്തിൽ തനിക്ക് കിട്ടേണ്ട നിക്ഷേപത്തുക മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളിലേക്ക് പോയിരുന്നു. ദയാവധത്തിനടക്കം ഈ ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ജോഷിയുടെ പേരിലുണ്ടായിരുന്ന നിക്ഷേപം മടക്കി നൽകി. പക്ഷേ ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ 60 ലക്ഷത്തിലധികം രൂപയുണ്ടായിരുന്നു. ഈ 60 ലക്ഷത്തോളം രൂപ ബാങ്ക് ഇതുവരെയും മടക്കി നൽകിയിട്ടില്ല. ഇതോടുകൂടിയാണ് ഈ വസ്ത്രം ഉരിഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക്, ഒരു കടുത്ത പ്രതിഷേധ നടപടിയിലേക്ക് ജോഷി കടന്നത്. എന്നാൽ ഇന്ന് ബാങ്ക് അധികൃതർ ഈ സമരത്തെ തുടർന്ന് ജോഷിയുമായി ചർച്ച നടത്തി. പക്ഷേ എന്നാൽ പോലും ഈ നിക്ഷേപ തുക എപ്പോൾ മടക്കി നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ജോഷി പറയുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് പോകേണ്ടി വരും. അധികം വൈകാതെ തന്നെ മടക്കി നൽകാം എന്ന ഉറപ്പിന്മേലാണ് ജോഷി ഇപ്പോൾ ഇന്ന് ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങിയത്. പക്ഷേ ഇത്തരം ഉറപ്പ് പലകുറി നൽകിയതാണ്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരവുമാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഇക്കുറിയും നിക്ഷേപ തുക മടക്കി നൽകുന്നില്ല എന്നാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ജോഷി അറിയിക്കുന്നത്. കാശ്മീർ സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പലവിധ ഉറപ്പുകൾ ജോഷിക്ക് നൽകിയതാണ് സർക്കാർ. ഫ്ലവേഴ്സ് 1 കോടിയിൽ SKന്റെ കൂടൊക്കെ പങ്കെടുത്ത ആളാണ് ജോഷി. അന്ന് മന്ത്രി അടക്കം നേരിട്ട് ഉറപ്പ് കൊടുത്താണ് ജോഷിയുടെ പരാതികൾ പരിഹരിക്കപ്പെടുമെന്ന്. അതൊന്നും സാധ്യമായില്ല എന്നാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, നിരാശാജനകവുമാണ്. ജോഷിക്ക് പിന്നെയും പിന്തുണ